ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കഥാസാഗരത്തിന് സമയമായി. അതുപോലെ ഞാൻ ബോണി കഥയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരം കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഒരാമുഖം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തച്ഛിക്കഥകളും ഇതിഹാസ കഥകളും പുരാണങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു രൂപമുണ്ടായി കാണും. ഇനി നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. പരുന്തിനെ തോൽപ്പിച്ച കുട്ടി എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കഥയാണിത്. അപ്പോൾ ഇത് ജാതക കഥകളാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിലുള്ളത്, കുറച്ച് ജാതക കഥകൾ. അപ്പോൾ വൈകുന്നില്ല, നമുക്ക് കഥ കേൾക്കാം അല്ലേ? എല്ലാവരും കഥയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു പരുത്തിത്തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു ജയസേന. ഒഴിവു സമയങ്ങളിൽ അവൾ കുഴിഞ്ഞു കിടക്കുന്ന പരുത്തിക്കായ പൊട്ടിച്ച് പഞ്ഞി പിരിച്ച് നൂലുണ്ടാക്കിയിരുന്നു. അവ ചെറിയ നൂലുണ്ടകളാക്കിയാണ് അവൾ സൂക്ഷിച്ചിരുന്നത്. ഒരു ദിവസം ജയസേന നൂലുണ്ടകളുമായി വീട്ടിലേക്ക് പോവുകയായിരുന്നു. വഴിവക്കിലെ കുളത്തിൽ അവൾ കൈയും കാലും മുഖവും കഴുകാനിറങ്ങി. ഈ സമയം അതുവഴി ഒരു സ്ത്രീ വന്നു. അവൾ കുളപ്പടവിൽ ജയസേന വെച്ചിരിക്കുന്ന നൂലുണ്ട കണ്ടു. അവൾക്കത് സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. ആ സ്ത്രീ ജയസേനയോട് ചോദിച്ചു, ആരായി ഈ നൂലുണ്ട ഉണ്ടാക്കിയത്? ഞാനാ, ജയസേന പറഞ്ഞു. അമ്മാനമാടാൻ കൊള്ളാം, ഞാനൊന്ന് കളിച്ചോട്ടെ? ആ സ്ത്രീ ചോദിച്ചു. കളിച്ചോളൂ, ജയസേന പറഞ്ഞു. ആ സ്ത്രീ കുളപ്പടവിലിരുന്ന് നൂലുണ്ടകൾ കൊണ്ട് അമ്മാനമാടാൻ തുടങ്ങി. ജയസേന കുളത്തിൽ നിന്ന് കയറിയപ്പോൾ അമ്മാനമാടിക്കൊണ്ടിരുന്ന സ്ത്രീയെ കണ്ടില്ല. നൂലുണ്ടകളും ഉണ്ടായിരുന്നില്ല. കുറച്ചകലെയായി ആ സ്ത്രീ ധൃതിയിൽ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്നത് കണ്ടു. ജയസേന ആ സ്ത്രീയുടെ പിറകെ ഓടിച്ചെന്നു. അവൾ വേഗം കൂട്ടിയെങ്കിലും ജയസേനയ്ക്ക് അവളെ പിടിക്കാൻ കഴിഞ്ഞു. എന്തിനാ എന്നെ പിടിക്കുന്നത്? ആ സ്ത്രീ ചോദിച്ചു. എൻ്റെ നൂലിതാ, ജയസേന പറഞ്ഞു. നിന്റെ നൂലോ? ഇത് എൻ്റേതാ, ആ സ്ത്രീ പറഞ്ഞു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പിരിച്ചുണ്ടാക്കിയതാ. നുണ പറയുന്നോ കള്ളി? കള്ളിയോ? കള്ളി നീയാ, അല്ല നീയാ. രണ്ടുപേരും തമ്മിൽ വലിയ വഴക്കായി. ഒടുവിൽ വഴിപോക്കർ ഇടപെട്ടു. നിങ്ങളിങ്ങനെ വഴിയിൽ കിടന്ന് വഴക്കിട്ടിട്ട് കാര്യമില്ല. ബോധിസത്വന്റെ അരികെ പോകൂ, അപ്പോൾ സത്യം തെളിയും, ഒരാൾ പറഞ്ഞു. ശരിയാ, നമുക്ക് അങ്ങോട്ട് പോകാം. ജയസേന ആ സ്ത്രീയെയും കൂട്ടി ബോധിസത്വന്റെ അരികെ ചെന്നു. രണ്ടുപേരുടെയും പരാതി ബോധിസത്വൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് ജയസേനയെ അരികെ വിളിച്ച് രഹസ്യമായി ചോദിച്ചു, നൂൽ എന്തിൽ ചുറ്റിയാണ് ഈ ഉണ്ടകൾ ഉണ്ടാക്കിയത്? കാഞ്ഞിരക്കുരു, ജയസേന പറഞ്ഞു. ബോധിസത്വൻ ആ സ്ത്രീയോടും അതേ ചോദ്യം ആവർത്തിച്ചു. അവൾ അത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നാലോചിച്ച ശേഷം അവൾ പറഞ്ഞു, പരുത്തിക്കുരു. ബോധിസത്വൻ ഉണ്ടയിലെ നൂൽ ഒരു കല്ലിൽ ചുറ്റാൻ തുടങ്ങി. കുറച്ചു നേരം കൊണ്ട് നൂൽ മുഴുവനും കല്ലിലേക്ക് ചുറ്റി. ഒടുവിൽ കാഞ്ഞിരക്കുരു പുറത്തു വന്നു. നൂലുണ്ട ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? ബോധിസത്വൻ ചോദിച്ചു. ആ സ്ത്രീ ഭയം കൊണ്ട് വിറച്ചുപോയി. അവൾ ഓടിച്ചെന്ന് ബോധിസത്വന്റെ കാലിൽ വീണ് അപേക്ഷിച്ചു. ക്ഷമിക്കണേ, തെറ്റ് പൊറുക്കണേ, ഇനിമേൽ തെറ്റ് ചെയ്യരുത്, ബോധിസത്വൻ അവളെ ഉപദേശിച്ചു. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ആ സ്ത്രീക്ക് മാനസാന്തരമുണ്ടായി. ഗ്രാമീണർ ബോധിസത്വന്റെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചു. ഈ സംഭവം മഹാരാജാവ് അറിഞ്ഞു. ബോധിസത്വനെ കാണണമെന്ന് ആവശ്യപ്പെട്ട രാജാവിനോട് അത് പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞ് അത്തവണയും മന്ത്രിസേനകൻ ഒഴിഞ്ഞു മാറി. ഇത്രയുമാണ് കഥ. ഒരു ചെറിയൊരു നുണക്കഥയാണത്. നുണയിൽ നിന്ന് ഉണ്ടാകുന്ന
ഒരു വിപത്ത്, ഒരു ഭവിഷ്യത്ത്. നുണ പൊളിച്ചടുക്കുകയാണ് അല്ലേ, സത്യം ജയിക്കുകയാണ് കഥയുടെ അന്ത്യത്തിൽ. ചിലപ്പോൾ രണ്ടുപേർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവരവരുടെ പക്ഷം ജയിക്കാൻ വേണ്ടി ഒട്ടനവധി കള്ളങ്ങൾ പറയാറുണ്ട്. ചെറിയ കുഞ്ഞ് കാര്യങ്ങളായിരിക്കാം, അത് ഊതി വീർപ്പിച്ച് വാദി പ്രതിയാകുന്ന ചില കഥകളൊക്കെ പറയാറുണ്ട്. ഒന്നിനുമല്ല, ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാദപ്രതിവാദത്തിൽ ജയിക്കാൻ വേണ്ടി. അത് എവിടെയും സംഭവിക്കാം. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ സംഭവിക്കാം. വഴക്കൂടുമ്പോൾ ഇല്ലാ കഥകളൊക്കെ പൊങ്ങി വരും. അല്ലെങ്കിൽ ചെറിയൊരു സംഭവമായിരിക്കാം, അതിനെ ഊതിപ്പെരുപ്പിച്ച് തക്കതായ ചേരുവകളൊക്കെ ചേർത്ത് വലിയൊരു നുണക്കഥയൊക്കെ ആക്കി മാറ്റും. ചെറിയൊരു കാര്യമായിരിക്കാം, ചെറിയ ചില പിഴവുകളായിരിക്കാം, പക്ഷേ അത് പെരുപ്പിച്ച് വലിയ വലിയ നുണക്കഥയാക്കി മാറ്റും. അതൊക്കെ വാദപ്രതിവാദങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർക്ക് എപ്പോഴും ജയത്തോട് വലിയ ആഗ്രഹമാണല്ലോ. നുണകൾ പറയുന്നതും ഒരർത്ഥത്തിൽ നോക്കിയാൽ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ജയിക്കണം, എങ്ങനെയെങ്കിലും ജയിക്കണം. ഞാൻ വാദിച്ച കാര്യം ജയിച്ചേ പറ്റൂ. അതിനുവേണ്ടി നുണയെ കൂട്ടുപിടിക്കണമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അങ്ങനെ നുണയെ കൂട്ടുപിടിക്കും. പക്ഷേ എത്ര കാലം നുണ ജയിക്കുമെന്ന് പിന്നെ കാലം തെളിയിക്കേണ്ട കാര്യമാണ്. കാലത്തിന് അത് തെളിയിക്കാനുള്ളൊരു ശക്തിയൊക്കെ ഉണ്ട്, ഒരു പ്രകൃതി നിയമമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ പരാജയമാണ് പലപ്പോഴും അല്ലേ, അസത്യങ്ങൾ അല്ലേ വിളിച്ചു പറയാൻ. ഞാൻ പരാജയപ്പെട്ടാലോ, അപ്പോൾ എനിക്ക് ജയിക്കണം. അപ്പോൾ പിന്നെ അസത്യങ്ങളെ കൂട്ടുപിടിക്കാം, നുണകളെ കൂട്ടുപിടിക്കാം, നുണകൾ വാരി വിതറാം, നുണകൾ പ്രതിയോഗിക്കെതിരെ പ്രയോഗിക്കാം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നുണകൾ പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം പരാജയത്തെ നമ്മൾ ഭയക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എന്തുകൊണ്ട് നുണ പറയുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ പരാജയം അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ വിജയം നമ്മളുടെ കൂടെ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മൾ വാദിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ സത്യമല്ല, അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ മറ്റ് ഉള്ളവർ കൂടെ നിൽക്കില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് പിന്നെ നമ്മൾ നുണകളിലോട്ട് കിടക്കുന്നത്. നുണകൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരാജയത്തെ നമ്മൾ വല്ലാതെ ഭയക്കുന്നത് കൊണ്ട് നമ്മൾ നുണകൾ കൂട്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് കുട്ടികളെയൊക്കെ ശീലിപ്പിക്കേണ്ടത് പരാജയപ്പെടാനും കൂടി നമ്മൾ ശീലിപ്പിക്കണം അല്ലേ. പരാജയമൊന്നും കുഴപ്പമൊന്നുമില്ല, പരാജയങ്ങളൊക്കെ വേണം, അല്ല പരാജയം നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന തലമുറയ്ക്കും അല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പരാജയം വലിയ ഭയമാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം പരാജയം കാരണമാണ് അല്ലേ. അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ അങ്ങ് ചാടിയിറങ്ങുകയാണ് അല്ലേ, വീട് വിട്ടിറങ്ങുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ കാണും. അപ്പോൾ പരാജയം നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു, അതൊരു ശീലമാക്കണം. പരാജയം കൂടി, വിജയം മാത്രം ശീലമാക്കാനാണ് എല്ലായിടത്തും നമ്മളെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ സ്കൂളുകളിലെ ക്ലാസ്സുകളിലൊക്കെ നമ്മളോട് പറയുന്നത് വിജയത്തെ ആശ്ലേഷിക്കാനാണ് അല്ലേ, വിജയത്തെ പുൽകാനാണ്. വിജയമാണ് ഏറ്റവും അഭികാമ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടല്ലേ, നമ്മളോടൊക്കെ പ്രസംഗിക്കാറുണ്ട് അല്ലേ, അധ്യാപകരും ഗുരുക്കന്മാരും ഒക്കെ. അപ്പോൾ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഇതാണ് അല്ലേ മുദ്രാവാക്യം എല്ലായിടത്തും. പക്ഷെ പരാജയം അല്ലേ, പരാജയത്തെ കൂടെ സ്വീകരിക്കാൻ നമ്മൾ ശീലിക്കേണ്ടിയിരിക്കുന്നു. പരാജയം നമ്മുടെ കൂടെ കൂട്ടേണ്ടിയിരിക്കുന്നു, ഒരു കൂട്ടുകാരനെ കണക്കൊക്കെ. വേറൊന്നിനുമല്ല, വിജയത്തിൻ്റെ ചവിട്ടുപടിയാകാൻ അല്ലേ പരാജയവും കൂടെ ആവശ്യമാണ്. അപ്പോൾ അതാണ് ഈ ഒരു ഇതിനെക്കുറിച്ചൊക്കെ അല്ലേ, കള്ളം പറയുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ നമ്മളുടെ ചുറ്റും ഈ വിവാദങ്ങളിങ്ങനെ വല്ലാതെ തീക്ഷ്ണമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് മീഡിയ ഏറ്റവും കൂടുതൽ വിവാദങ്ങളുടെ പുറകിലാണ് പോകുന്നത്. മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സിനിമാ മേഖലയെ സംബന്ധിച്ചുള്ള ഒരു പഠനം അല്ലെ റിപ്പോർട്ട്, വിവാദങ്ങൾക്ക് പിറകെ പോകുമ്പോൾ മീഡിയ എനിക്ക് തോന്നുന്നു വല്ലാത്തൊരു മോശം പ്രവണതയിലൂടെ കടന്നു പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാകും, സിനിമാ മേഖലയിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഒരൊറ്റ പ്രശ്നത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവരെയൊക്കെ റേറ്റിംഗ് കൂടും, വായനക്കാരും കാഴ്ചക്കാരും ഒക്കെ കൂടും. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ,
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒട്ടനവധി സിനിമാ രംഗത്തെ ഒട്ടനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വേതനക്കുറവ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർമാരുടെ വേതനക്കുറവ്, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ സിനിമാ മേഖലയിൽ. ആ പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ മുഖ്യധാരയിലേക്ക് വരാതെ ആ കണ്ടെത്തലുകൾ മുഖ്യധാരയിലേക്ക് വരാനും അത് ചർച്ച ചെയ്യപ്പെടാനുമുള്ള സാഹചര്യം ഇല്ലാതെ പോവുകയാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ പ്രവണത കൊണ്ട്. ചിലരെ കൊണ്ട് അഭിപ്രായങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു വിഷയത്തിൽ മാത്രം മീഡിയ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അത് വല്ലാതെ ഈ റിപ്പോർട്ടിനെ തന്നെ ബാധിക്കും. ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ കണക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊന്നും പലപ്പോഴും ജനങ്ങളിലേക്ക് എത്താതെ നിർഭാഗ്യവശാൽ പോകാൻ സാഹചര്യമുണ്ട്. അതും പറയാതെ വയ്യ. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, കോസ്റ്റ്യൂം ഡിസൈനേഴ്സിൻ്റെ പ്രശ്നങ്ങൾ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ, ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ ഒട്ടേറെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഒട്ടേറെ ആൾക്കാർ പ്രവർത്തിക്കുന്ന മേഖലയാണ്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സ് തൊട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ഇവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ, ഇതൊന്നും പൊതുധാരയിലേക്ക് കൊണ്ടുവരാതെ മാധ്യമങ്ങൾ ഒരൊറ്റ വിഷയത്തിൽ മാത്രം ചർച്ചകൾ ഒതുക്കുന്നു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ വരുമ്പോൾ നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയണം. അതിനകത്ത് കള്ളമെത്ര ശരിയെത്ര മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾ കുറ്റാരോപണങ്ങൾക്ക് മേൽ വിധികൾ പറയുന്ന ചുമതല മാധ്യമങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ടത്. പോലീസും കോടതിയൊക്കെ ഇതിൻ്റെ പിറകെ ഉണ്ട്. അവരുടെ കർമ്മങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം, അതും ഞാൻ ഈ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിടവാങ്ങുന്നു, ബോണി.